സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയേഴ്സിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഓരോ പുതുവത്സരവും പുതിയ പ്രതീക്ഷകളുടേതാണ്, പുതിയ തീരുമാനങ്ങളുടേതാണ്. എന്നാൽ സാധാരണക്കാരിൽ നിന്ന് വിഭിന്നമായി അതിസമ്പന്നരുടെ ജീവിതത്തിൽ പുതുവത്സരത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അതിസമ്പന്നർ വാർഷിക വരുമാന കാര്യങ്ങളും മറ്റും അവലോകനം ചെയ്യുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷമാണെങ്കിലും അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്നതും രേഖപ്പെടുത്തി വയ്ക്കുന്നതും പുതുവത്സരത്തിലാണ്. കലണ്ടർ, ഡയറി മുതലായവ ആരംഭിക്കുന്നത് പുതുവത്സരത്തിലാണ് എന്നതിനാലാണത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിന് പ്രാധാന്യമില്ലല്ലോ എന്ന ചിന്ത ഉയർന്നേക്കാമെങ്കിലും ഇക്കാലത്തും പുതുവത്സര പ്ലാനിങ്ങിന് അതിസമ്പന്നർക്കിടയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രായോഗിക വസ്തുത. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ അവൻ്റെ ഭാവി ജീവിതത്തെ അവൻ അറിയാതെ തന്നെ മാറ്റിമറിക്കാനുള്ള നിർണായക ശക്തിയുള്ളത് തന്നെയാണ്. മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള ചിന്തകൾ പോലും അവൻ അറിയാതെ അവൻ്റെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും അവൻ്റെ ജീവിതത്തെ തന്നെ അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും മാറ്റിമറിക്കുകയും ചെയ്യുമെന്ന മനഃശാസ്ത്ര തത്വമനുസരിച്ച് ബോധപൂർവം എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ ജീവിതഗതിയെ തന്നെ തിരുത്തി കുറിക്കാൻ പോകുന്നതാണ് എന്നറിയുക. ആയതിനാൽ ഈ പുതുവത്സരത്തിലും പുതിയ വലിയ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക, അവ നടപ്പാക്കാനായി സാധ്യമായത്രയും സാധ്യതകളും സർവശേഷികളും ഉപയോഗിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത തീരുമാനങ്ങളും ആഗ്രഹങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതിനാൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. അല്ല, ഒരിക്കലുമല്ല. മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. എത്ര പ്രാവശ്യം വീണാലും വീണ്ടും എണീക്കുക മാത്രമാണ് പോംവഴി. ഏത് വിജയിയും പല അബദ്ധങ്ങളും പല വീഴ്ചകളും പിണഞ്ഞവർ തന്നെയാണ്. അവർ ചെയ്തത് അവർ വീണെടുത്ത് തന്നെ നിരാശപ്പെട്ട് കിടന്നില്ല. വീണ്ടും എണീറ്റ് പുതിയ തീരുമാനങ്ങളും തിരുത്തലുകളുമായി വീണ്ടും പൊരുതി. വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്ന 10% മനുഷ്യർക്കുള്ളതാണ് ഈ ഭൂമി. ബാക്കി 90% മനുഷ്യരും ആ വിജയികളായ 10% മനുഷ്യരുടെ ആശ്രിതരായി കഴിയേണ്ടി വരുമെന്നതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നഗ്നസത്യം. വലിയ നേട്ടങ്ങൾ എളുപ്പമല്ല എന്ന തോന്നലാണ് പലരെയും വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുന്നതിന് മുൻപ് ബുദ്ധിമുട്ടേറിയത് തന്നെയായിരുന്നു. പല്ല് തേക്കുന്നതും മുടി ചെയ്യുന്നതും എഴുതുന്നതും പോലും അതീവ ദുഷ്കരമായിരുന്നു. ആ ബുദ്ധിമുട്ട് ഇപ്പോൾ വേണമെങ്കിലും സ്വയം അനുഭവിച്ചറിയാൻ കഴിയും. മറ്റേ കൈകൊണ്ട് പല്ല് തേച്ച് നോക്കൂ, മറ്റേ കൈകൊണ്ട് മുടി ചെയ്ത് നോക്കൂ, മറ്റേ കൈകൊണ്ട് എഴുതി നോക്കൂ. ശീലം, ഹാബിറ്റ് ആണ് എത്ര ദുഷ്കരമായതും എളുപ്പമാക്കി തീർക്കുന്നത്. തെറ്റായ ശീലം പരാജയങ്ങളിലേക്കും ശരിയായ ശീലം വിജയത്തിലേക്കും നയിക്കുന്നു. അതിനാൽ തന്നെ അറിവായ മുതിർന്ന ആളുകൾ അറിയാത്ത പുതിയ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിയായ ശീലം രൂപപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും കൈക്കൊള്ളുന്ന പ്രോസസ്സിൻ്റെ പേരാണ് പരിശീലനം. വിജയം ശീലമാക്കാൻ പരിശീലനം അനിവാര്യമാണ്. ജീവിതം സാർത്ഥകമാക്കിയ കായിക താരങ്ങൾ എല്ലാവരും തന്നെ കരിയറിലുടനീളം പരിശീലനം തുടർന്നവരാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. വിശ്വനാഥൻ ആനന്ദിനെ പോലെയുള്ള മൈൻഡ് ഗെയിം ജീവിതമാക്കിയവരും കരിയറിലുടനീളം പരിശീലനത്തിൽ ഏർപ്പെട്ടവരാണ് എന്നതും ഏവർക്കും അറിയുന്ന കാര്യവുമാണല്ലോ. സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ മൈൻഡ് ഗെയിമിൽ വിജയഗാഥ രചിച്ച വാറൻ ബഫറ്റും രാകേഷ് ജുൻജുൻവാലയുമെല്ലാം പരിശീലനം വ്രതമാക്കിയവർ തന്നെയാണ്. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ എന്നും വിജയം ശീലമാക്കാൻ പരിശീലനം ശീലമാക്കണമെന്നും വിജയം ശീലമാക്കാൻ പരിശീലനം ശീലമാക്കണമെന്നും എല്ലാ വിജയികളും അറിയുന്നു. നിർഭാഗ്യവശാൽ, അതോ ഭാഗ്യവശാൽ എന്ന് പറയണമോ, 10% മനുഷ്യർ മാത്രമേ ഈ മനുഷ്യ വിജയരഹസ്യം തിരിച്ചറിയൂ. മറ്റെന്തു പുതുവത്സര സന്ദേശം നൽകിയാലും പ്രായോഗികമായ ഈ വിജയരഹസ്യത്തിന് പകരമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നതിനാൽ ഇപ്രാവശ്യത്തെ പുതുവത്സര സന്ദേശം ഇതുതന്നെയാകട്ടെ. നോ റിസൾട്ട്സ്, കീപ് പ്രാക്ടീസ്. ബാഡ് റിസൾട്ട്സ്, കീപ് പ്രാക്ടീസ്. ഗുഡ് റിസൾട്ട്സ്, കീപ് പ്രാക്ടീസ്. കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഈസ് ദ കീ. റിസൾട്ട് ഇല്ല, പരിശീലനം തുടരുക. റിസൾട്ട് മോശം, പരിശീലനം തുടരുക. റിസൾട്ട് നല്ലത്, പരിശീലനം തുടരുക. നിരന്തര പരിശീലനമാണ് താക്കോൽ. സകല മുൻവിധികളും പിഴുതെറിയുക. മുൻവിധികൾക്ക് പകരം പഠന മനോഭാവം ഉപയോഗിക്കുക. എല്ലാ ഭയങ്ങളും തച്ചുടയ്ക്കുക. ഭയം മറികടക്കാൻ ശരിയായ ചിന്തകളെ പ്രോജ്വലിപ്പിക്കുക. എല്ലാ നിരാശകളും മനസ്സിൻ്റെ അഗ്നികുണ്ഡത്തിൽ ചാമ്പലാക്കുക. ഒഴിവ് കഴിവുകളും നീട്ടിവെക്കലുകളും വൻ പരാജയങ്ങളിലേക്ക് തള്ളിവിടുന്ന പടുകുഴികളാണെന്നറിയുക. പിന്നോട്ട് പോയി പുതിയ ജീവിതം ആരംഭിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഇപ്പോൾ കഴിയും. ഉജ്ജ്വലമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഉരുക്കുതുല്യം ഇച്ഛാശക്തി ഉപയോഗിച്ച് നടപ്പാക്കി അത്ഭുതപ്പെടുത്തുന്ന ഭാവി കെട്ടിപ്പടുക്കാൻ ഇന്നെടുത്തു നടപ്പാക്കുന്ന തീരുമാനങ്ങൾക്ക് കഴിയും. മനുഷ്യൻ്റെ അവസ്ഥയല്ല, തീരുമാനമാണ് ഭാവി നിശ്ചയിക്കുന്നത് എന്നത് ഈ പുതുവത്സരത്തിലും ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല തന്നെ. അവനവനും അവനവനെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം വേണമെങ്കിൽ ജ്വലിക്കണം. പ്രകാശം പരത്തണമെങ്കിൽ ജ്വലിക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, ലോകത്തിലെ ഏത് മേഖലകളാകട്ടെ, അറിവുള്ളവരും കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ബുദ്ധിശാലികളും കഠിനാധ്വാനികളും പരാജയപ്പെടുന്നത് അനേകമായി കണ്ടേക്കാം. എന്നാൽ കരിയറിലുടനീളം പരിശീലനം തുടർന്ന ഒരാൾ പോലും അർഹിച്ച വിജയം നേടാതിരുന്നത് ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. നീതിയോ അനീതിയോ, നിർഭാഗ്യമോ ഭാഗ്യമോ, 10% ആളുകൾ മാത്രമേ വിജയിക്കൂ എന്നുറപ്പുള്ള ലോകമാണിത്. 90% മനുഷ്യരും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ലോകമാണിത്. ശക്തൻ വിജയിക്കുമെന്നതാണ് മൃഗങ്ങളുടെ ലോകത്തെ നിയമമെങ്കിൽ
പരിശീലനം തുടരുന്നവൻ്റെ പരാജയവും പരിശീലനം ഇല്ലാത്തവൻ്റെ വിജയവും താൽക്കാലികമാണ് എന്നതാണ് മനുഷ്യലോകത്തെ നിയമം. ഒരു കാര്യം കൂടി ശക്തമായി ഓർക്കുക, ചില്ലറ ലക്ഷ്യങ്ങൾ ഉന്നമിടരുത്, ചില്ലറ ലക്ഷ്യങ്ങളിൽ ഭ്രമിക്കരുത്, വലിയ ലക്ഷ്യങ്ങൾ തന്നെ ഉന്നമിടുക. എന്താണ് നഷ്ടപ്പെടാനുള്ളത്? മസുര കെട്ടി മലയിഴുത്ത വന്ന ഒരു മലൈ പോന ഒരു മസുര എന്നൊരു തമിഴ് പഴമൊഴിയുണ്ട്. മുടിനാര് കെട്ടി മല വലിച്ചാൽ വന്നാൽ ഒരു മല, പോയാൽ ഒരു മുടിനാര്. ഒന്നിനോടും പഠന മനോഭാവവും പരിശീലന മനോഭാവവും ഇല്ലാതെ വിജയികളുടെ രീതികളെയും ശീലങ്ങളെയും പുറമേ പുച്ഛത്തോടെയും ഉള്ളിൽ അസൂയയോടെയും നോക്കിക്കാണുന്ന പരാജിതരായ മഹാഭൂരിപക്ഷത്തിനൊപ്പം പെട്ടുപോകാതിരിക്കാൻ സ്വന്തം ഉള്ളിലേക്ക് ജാഗ്രതയോടെ കണ്ണോടിക്കുക. വിജയികളുടെ പ്ലാനിംഗ് പോലെ പ്ലാൻ ചെയ്യുക. എല്ലാ പുതുവത്സരത്തിലും എല്ലാവരും പ്ലാൻ ചെയ്യുന്നു. വിജയികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ വിജയത്തിനായുള്ള ഏറ്റവും സയൻറ്റിഫിക് പ്രോസസ്സായ മികച്ച പരിശീലനം എന്നത് തന്നെയാണ്. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം എന്നത് തന്നെയാണ് മഹാനിയമം. വിജയികളെ പോലെ ചിന്തിക്കണമോ പരാജിതരെ പോലെ ചിന്തിക്കണമോ? വിജയികളെ പിൻപറ്റണമോ പരാജിതരെ പിൻപറ്റണമോ? വിജയികളെ പോലെ പ്ലാൻ ചെയ്യണമോ? തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. എന്നാൽ പരിണിതഫലം അത് നമ്മുടെ കൈകളിലല്ല. പരിണിതഫലം തീരുമാനത്തിൻ്റെ കൈകളിലാണ്. ഈ പുതുവത്സരത്തിൽ ഏറ്റവും ശരിയായ തീരുമാനമെടുക്കുവാനായി സ്വയം ചിന്തിക്കുക, സ്വയം ദീപമാവുക. സ്ഥിര വരുമാനമാർഗമായോ പ്രധാന വരുമാനമാർഗമായോ ഏതൊരാൾക്കും ആവശ്യത്തിന് പണമുണ്ടാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്ന സക്സസ് നേടാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും അത് നടപ്പാക്കാനായി സാധ്യമായതിൽ ഏറ്റവും ഉചിതമായ മാർഗം സ്വീകരിക്കുകയുമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിവുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ചേർന്ന ഏറ്റവും നല്ല പുതുവത്സര ഡിസിഷൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായി പ്രോഫിറ്റ് നേടാനും നിലനിർത്താനുമെല്ലാം ചില പവർഫുൾ മെത്തേഡുകളും സീക്രട്സുമുണ്ട്. വെറും 10,000 രൂപ മാത്രം ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും തന്നെ സാമ്പത്തികം നേടാനും അതിൻ്റെ പിന്നിലെ സീക്രട്സും ഫോർമുലയും അറിഞ്ഞാൽ മതി. അത് വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഈ പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ മലയാളികൾക്കൊക്കെ അസാധ്യമായ കാര്യമാണ്. അത് പഠിക്കാം പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ഉടായിപ്പോ തട്ടിപ്പോ ആണ് എന്നൊക്കെയാവും പല മലയാളികളുടെയും ചിന്ത. തെറ്റ് പറയാനാകില്ല. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മറയ്ക്കുമെന്നൊരു ചൊല്ല് തന്നെയുണ്ടല്ലോ. മാത്രമല്ല നാട്ടിൽ തട്ടിപ്പുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും നടക്കുന്നുണ്ട് എന്നത് വാസ്തവവുമാണ്. എന്നാൽ കബളിപ്പിക്കലേത് ഫലപ്രദമായതേത് എന്ന് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് തിരിച്ചറിയുന്നിടത്താണ് ബുദ്ധിശാലികളായ വിജയികളും ബുദ്ധിഹീനരായ പരാജിതരും വേർതിരിക്കപ്പെടുന്നത്. വെറും 10,000 രൂപ മാത്രം ഒരൊറ്റ പ്രാവശ്യം മാത്രം മുതൽ മുടക്കിക്കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തിക നേട്ടം തന്നെ നേടാൻ നിങ്ങളെയും പഠിപ്പിക്കാം. അതാ നേരിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങൾക്കത് ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൊടുത്ത മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്നതാണ് ഫീസ് രീതിയെങ്കിൽ അതിൽ യാതൊരു കബളിപ്പിക്കലും ഉടായിപ്പുമില്ല. 100% യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ബുദ്ധിശാലികൾക്ക് മനസ്സിലാകും. കാരണം 20-25 പേർക്കാണ് ഒരു ബാച്ചിൽ അഡ്മിഷൻ ഉണ്ടാവുക. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബാങ്ക് എംപ്ലോയീസ്, അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അധ്യാപകർ, വീട്ടമ്മമാർ, റിട്ടയർഡായവർ, കൃഷിക്കാർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരെയും 10,000 രൂപ മാത്രം ഒരു പ്രാവശ്യം മാത്രം മുതൽ മുടക്കിക്കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം തന്നെ നേടാൻ പഠിപ്പിക്കാമെന്ന് വ്യക്തമായി അനൗൺസ് ചെയ്ത് നേരിട്ടുള്ള ക്ലാസ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അത് വ്യക്തമായി അവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ തന്നെ അവർക്കും അത് തീർച്ചയായും സാധ്യമാണ് എന്ന് അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ചില്ല എങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ആ ഫീസും പോട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോകുമെന്ന്, അങ്ങനെ ആളുകളെ കബളിപ്പിച്ച് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് തീർത്തും മണ്ടന്മാർക്ക് മാത്രമല്ലേ ചിന്തിക്കാൻ കഴിയൂ. പഠിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, സ്വന്തം സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ഫീസ് രീതി നടപ്പാക്കുന്നത് കൊണ്ട് തന്നെ കാര്യം മനസ്സിലാകും. SMT അക്കാഡമി നടത്തിപ്പോരുന്ന പ്രമുഖ സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് സന്തോഷ് മാധവനും പ്രഗത്ഭ ട്രേഡിംഗ് സൈക്കോളജി കോച്ച് PS തോമസും ചേർന്ന് നടത്തുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ യാതൊരു കബളിപ്പിക്കലും ഉടായിപ്പുമില്ല. ഈ പറയുന്നവർ ആ നേട്ടം നേടുന്നുണ്ടോ തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കും ആ ക്ലാസ്സിൽ വ്യക്തമായി ഉത്തരം ലഭിക്കുകയും ചെയ്യും. വെറും 10,000 രൂപ മാത്രം ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം തന്നെ നേടാനുള്ള ഫോർമുല നിങ്ങളെയും വളരെ വ്യക്തമായി ലളിതമായ മലയാളത്തിൽ പഠിപ്പിക്കുന്നു. ക്ലാസ്സിൽ നിങ്ങൾക്കും അത് വ്യക്തമായി ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൊടുത്ത മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന തികച്ചും സുതാര്യവും മൂല്യാധിഷ്ഠിതവുമായ ഫീസ് രീതിയുമാണ്. കൊച്ചിയിൽ വെച്ച് നേരിട്ട് നടത്തുന്ന ഏകദിന ക്ലാസിൻ്റെ പിറ്റേന്ന് മുതൽ ഒരു മാസക്കാലം മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 7:30 മുതൽ 9:30 വരെ ഓൺലൈനായി
ഓൺലൈനായി സൂം ലൈവായി ഫോളോ അപ്പ് ക്ലാസ്സുകളുമുണ്ട്. ഫോളോ അപ്പ് കാലയളവിൽ ആഴ്ചയിൽ 2 ദിവസം വീതം ലൈവ് സെഷൻസുമുണ്ട്. ഫോളോ അപ്പ് കാലയളവിന് ശേഷം വാട്സപ്പ് ആൻഡ് ഫോൺ കോൾ ലൈഫ് ലോങ് സപ്പോർട്ടുമുണ്ട്. നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ക്ലാസ്സിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ ഫോളോ അപ്പ് ക്ലാസ്സുകളിൽ മുൻ ബാച്ചുകളിൽ പഠിച്ചിറങ്ങി സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടുമുട്ടാൻ കഴിയുമെന്നതും മുന്നോട്ടുള്ള യാത്രയിൽ ഊർജ്ജം പകരുന്ന അനുഭവമായിരിക്കുകയും ചെയ്യും. പഠിച്ചിറങ്ങിയവർ ദീർഘകാലം കോച്ചിനൊപ്പം തന്നെ നിലനിൽക്കാൻ ആഗ്രഹിച്ച് വലിയ ഫീസ് തന്നെ അടച്ച് ഒത്തുചേർന്നിട്ടുള്ള മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കമ്മ്യൂണിറ്റി നയിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കോച്ചാണ് സന്തോഷ് മാധവൻ എന്നുകൂടി അറിയുക. തീർത്തും ബേസിക്സ് അറിയാത്തവർക്ക് നേരിട്ടുള്ള ക്ലാസ്സിൻ്റെ പിറ്റേന്ന് മുതൽ ഡോക്ടർ റഹീസ് കെ മൂസ നൽകുന്ന ബേസിക് ക്ലാസ്സുകൾ ഓൺലൈനായി സൂം ലൈവായി തന്നെ പ്രത്യേകമായി നൽകുന്നുണ്ട്. തുടക്കക്കാർ മുതൽ പ്രൊഫഷണൽ ട്രേഡർമാർ വരെയുള്ളവർക്ക് പുതിയൊരു സാമ്പത്തിക കുതിപ്പിന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം തന്നെയാണ് സന്തോഷ് മാധവൻ നയിക്കുന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. കേരളത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച ട്രെയിനിങ് എന്ന് നിസ്സംശയം പറയാം. കാരണം പങ്കെടുത്തവർക്ക് ക്ലാസ് തൃപ്തിയായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതി സ്ഥിരമായി നടപ്പാക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നതും മറ്റാരും ഈ ഒരു ഫീസ് രീതി നടപ്പാക്കുന്നില്ല എന്നതും സമാനതകളോ അനുകരണങ്ങളോ പോലുമില്ലാത്ത മികവിൻ്റെ നേർസാക്ഷ്യം തന്നെയാണല്ലോ. ഒട്ടും വൈകിക്കേണ്ടതില്ല. അടുത്ത ബാച്ചിൽ തന്നെ നിങ്ങളും ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ പുതുവത്സരം നിങ്ങളുടേതാകട്ടെ. ഈ പുതുവത്സരവും തുടർന്നുള്ള വർഷങ്ങളും നിങ്ങളുടേതാകട്ടെ. എല്ലാവർക്കും കൃത്യമായ പുതുവത്സരാശംസകൾ. സ്നേഹത്തോടെ PS തോമസ്, ഡോക്ടർ റഹീസ് കെ മൂസ ആൻഡ് സന്തോഷ് മാധവൻ, SMT അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി.